ഇന്ന് നമ്മളിവിടെ പാസ്തയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് പാസ്ത ചെയ്യണത്. പല മെത്തേഡുണ്ട്, അതിലൊരു മെത്തേഡാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിന് ചിക്കൻ ചെറിയ പീസുകളാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക, പേസ്റ്റ് ആയാലും മതി. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു ടീസ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു, കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക, ഒരു അരമുറി മതിയാവും. നാരങ്ങയ്ക്ക് പകരം നമുക്ക് ചൊറുക്കായാലും ഉപയോഗിക്കാം. പിന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, തൈര് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ഈ സമയത്ത് നമുക്ക് പാസ്ത തിളപ്പിക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പാസ്ത എന്തോരാണോ ഇടുന്നത് അതനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് പാസ്ത ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു ചെറിയ പാക്കറ്റ് പാസ്തയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. തിളച്ച വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് പാസ്ത. ഒരു 20 മിനിറ്റൊക്കെ വേണ്ടി വരും പാസ്ത വേവാനായിട്ട്. അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ എണ്ണ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചിക്കൻ മാറ്റി വെച്ചത് ചെറുതായിട്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അധികം ഫ്രൈ ചെയ്യേണ്ട, ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഈ സമയത്ത് ഇടയ്ക്ക് നമുക്ക് ഒന്ന് പാസ്ത ഇളക്കി കൊടുക്കണം. അത് വെന്തോന്ന് നോക്കണം. അത് സോഫ്റ്റായി വരും. വെന്ത് കഴിയുമ്പോൾ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ വായിൽ വെച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പാസ്തയിൽ പാസ്ത വെന്തോന്ന് നോക്കാനായിട്ട് അത് ഒന്ന് പൊട്ടിച്ച് നോക്കുക. അപ്പോൾ അത് എളുപ്പത്തിൽ സോഫ്റ്റായി പൊട്ടി വരും. അതൊന്ന് കടിച്ച് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ഇടയ്ക്ക് നമുക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പാസ്ത നമുക്ക് വെള്ളം പോകാനായിട്ട് ഒരു ഓട്ടപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചിക്കൻ വെന്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ചിക്കൻ എണ്ണയിൽ നിന്ന് മാറ്റി അത് അവിടെ വെച്ചു. വേറൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ്. ഒരു 3 മുട്ടയോ 4 മുട്ടയോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അങ്ങനെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് നമുക്ക് ഇവിടെ പൊടിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് സവോള സ്ക്വയറായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 2 വലിയ സവോളയാണെങ്കിൽ 2 എടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കണതിൻ്റെ ഇടയ്ക്ക് നമുക്കത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം അത് സ്ക്വയറായിട്ട് അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ക്യാപ്സിക്കാണ് എടുത്തത്. അപ്പോൾ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടുകയും ചെയ്യും. അതിനുശേഷം ഞാൻ ഇവിടെ സ്പ്രിംഗ് ഓനിയനാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പച്ചക്കറി നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കാം. അത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി. അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്നതാണ്. അങ്ങനെ കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സോയാ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. സോയാ സോസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ടൊമാറ്റോ സോസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, എനിക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക.
പാസ്ത എല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒപ്പം ചിക്കൻ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും പാസ്തയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് സോസ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. സമയത്ത് നമുക്ക് മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടുള്ളതെന്നുള്ളൂ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് തുറന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ അടിപൊളി നല്ല പാസ്ത റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.